ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി മഹാസംഗമത്തിന്റെ ഭാഗമായിട്ട് ആശ്രമം മൈതാനത്താണ്. എന്തായാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നിരകളെല്ലാം ഒരുമിച്ച് ഇവിടെ വരുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങൾ കാണാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഈ ഒരു സംഗമം അല്ലെങ്കിൽ 100 വർഷം തികയുമ്പോൾ എന്തൊക്കെയാണ് ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി നടത്താൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഗാന്ധി ഗുരു കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമ മൈതാനത്ത് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് നടന്നത്. ഈ മഹാസംഗമത്തിൽ എത്തിച്ചേരാൻ രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയെ ഒരു നോക്ക് കാണാനായി ജനസാഗരങ്ങളാണ് കൊല്ലം ആശ്രമ മൈതാനത്ത് തടിച്ചുകൂടിയത്. ഭയങ്കര സന്തോഷമാണ്. ഈ നമ്മുടെ ഏറ്റവും വലിയ ഒരു നേതാവ് ഈ കേരളത്തിന്റെ ഒരു കുടുംബാംഗമായി മാറി. അദ്ദേഹം വയനാട്ടിലെ MP ആയതോടുകൂടി ഇപ്പൊ സഹോദരിയും വന്നതോടുകൂടി ഞങ്ങളുടെ കേരളത്തിലെ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഈ എല്ലാ അനീതിക്കും അഴിമതിക്കും എതിരെ പ്രതികരിക്കാൻ എപ്പോഴും ഇങ്ങനെ ശക്തനായ ഒരു നേതാവായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് മുഴുവൻ അദ്ദേഹത്തെ പറ്റി അഭിമാനമാണ്. ഞങ്ങൾ അതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. വസ്ത്രത്തിന്റെ കളറിന് മാത്രമേ ഉള്ളൂ മാറ്റം. ഞങ്ങളുടെ ഹൃദയം വളരെ നിർമ്മലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തുകൂടാൻ കഴിയുന്നത്. ആ ഒത്തുകൂടലിന് തുടക്കം കുറിച്ച ഭാരതം കണ്ട 2 മഹാവ്യക്തിത്വങ്ങളായിരുന്നു. ഒന്ന് ശ്രീനാരായണ പരമ ഗുരുദേവനും അതേപോലെ തന്നെ മഹാത്മജിയും. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് ലോകത്തിന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുദേവനെയും അതുപോലെ ലോക ജനത എല്ലാം ഇന്നും ആദരിക്കുന്ന മഹാത്മാഗാന്ധിയുടെയും ആ സമാഗമം അതിന്റെ 100ാം വാർഷികം ഇന്നിവിടെ ആഘോഷിക്കുമ്പോൾ ജാതിയും മതവുമില്ലാത്ത ഒരു വലിയ സംസ്കാരത്തിന്റെ ഒരു വലിയ സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ അഘോരാത്രം പണിയെടുക്കുന്ന ത്യാഗസന്നദ്ധരായ ഒരു കൂട്ടം ആളുകളുടെ ആ നന്മയെ കാംക്ഷിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ പൊതുസമൂഹത്തിന് വളരെയേറെ നന്മ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അർത്ഥവത്തായ ഒരു സമ്മേളനമാണിത്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ഒരു പ്രാവശ്യം അവർ തമ്മിൽ കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരുടെയും ആ മഹാത്മാക്കളുടെ ലക്ഷ്യവും ദർശനവും മനുഷ്യനൊന്നാണ്. ജാതിയും മതവും അതിനപ്പുറമായ രീതിയിൽ മാനവികത മനുഷ്യന് തെളിയാണ്. ക്രിസ്തുദേവനും അതുതന്നെയാണ് പഠിപ്പിച്ചത്. ഈ മഹാസംഗമമേളയിൽ ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിങ്ങളും ഒരേപോലെ വേദിയിലിരുന്നപ്പോൾ ഇതാണ് മതേതര കേരളത്തിന്റെ മാതൃക എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ സംഗമം അവസാനിച്ചത്. നിരവധി പേരായിരുന്നു പൊരും വെയിലത്തും രാഹുൽ ഗാന്ധിയെ കാണാനും പ്രതിപക്ഷത്തെ കാണാനും ഇത്തരം സംഗമത്തിൽ പങ്കുചേരാനും എത്തിയിരുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെയും ദർശനങ്ങളുടെയും ഇന്ത്യൻ ഭരണഘടനയുടെയും അന്തസത്ത ഒന്നാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന കേന്ദ്രവും ചേർന്ന് കൊല്ലത്ത് സംഘടിപ്പിച്ച് ഗുരു ഗാന്ധി സമാഗമത്തിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭകാനന്ദ മഹാസമാധി സന്ദേശം നൽകി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA, MPമാരായ NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ്, സ്വാഗത സംഘം ചെയർമാൻ അടൂർ പ്രകാശ് MP, DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, M ലിജു തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി MP രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് പരിഭാഷപ്പെടുത്തി.